നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്പീക്കർ എൻ ഷംഷീർ, മന്ത്രി വീണ ജോർജ് എന്നിവർ പങ്കെടുത്ത ഒരു വേദിയിൽ അവതാരകന്റെ ചില സംസാരം അത് നേതാക്കളെ വളരെയധികം അസ്വസ്ഥനാക്കിയിരിക്കുകയാണ്. CPM ഭരിക്കുന്ന പത്തനംതിട്ട കോർപ്പറേഷന്റെ പരിപാടിയിൽ അവതാരകനായി എത്തിയ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട സ്കൂൾ അധ്യാപകനാണ് നേതാക്കൾക്ക് അതൃപ്തി വരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈ അവതാരകൻ നൽകിയിരിക്കുന്ന വിശദീകരണം തൻ്റെ സംസാര രീതി അല്ലെങ്കിൽ തൻ്റെ പ്രസംഗ ശൈലി അവർക്ക് ഇഷ്ടപ്പെടാത്തതാണ് എന്നതടക്കമുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. അവതാരകന്റെ ചില പരാമർശങ്ങൾ അത് നേതാക്കൾ താക്കീത് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിന് മർദ്ദനം കിട്ടിയെന്ന ഒരു പരാതിയും കൂടി ഉയർന്നിരിക്കുകയാണ്. കോർപ്പറേഷൻ പുതുതായി നിർമ്മിച്ച ടൗൺ സ്ക്വയർ ഉദ്ഘാടന സമ്മേളനത്തിലെ അവതാരകനായിരുന്ന പത്തനംതിട്ട നഗരത്തിലെ സ്കൂൾ അധ്യാപകൻ ബിനു കെ സാമാണ് ഇത്തരത്തിൽ തനിക്ക് മർദ്ദനം കിട്ടിയെന്നതടക്കം ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. പരിപാടിക്ക് ശേഷം സ്റ്റേജിൽ നിന്നിറങ്ങിയ ഉടൻ തലയ്ക്ക് മർദ്ദനമേൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. CPM ഏരിയ നേതാവ് ഉൾപ്പെടെയുള്ളവർ തന്നെ മർദ്ദിച്ചുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം പരാതിപ്പെട്ടിട്ടില്ല. മർദ്ദിച്ചിട്ടില്ലെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടുകയാണ്. ഇനിയും ഇങ്ങനെ പറയരുതെന്ന് പറയുക മാത്രമാണ് ഉണ്ടായതെന്നും CPM നേതാക്കളും വിശദീകരണം നൽകി. പരിപാടിയുടെ ഉദ്ഘാടകൻ സ്പീക്കറായിരുന്നു. സ്പീക്കറെ പ്രസംഗിക്കാനായി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ മാത്രമല്ല, വേദിയിലുണ്ടായിരുന്ന മന്ത്രി വീണ ജോർജിനെ പറ്റി പരാമർശിച്ചപ്പോഴും ഇദ്ദേഹം കൂടുതൽ സംസാരിച്ചു. ആ സംസാരിച്ചപ്പോഴുള്ള ചില വാക്കുകൾ, ചില പ്രയോഗങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ വിമർശന വിധേയമായത്. മാത്രമല്ല, സ്പീക്കർക്ക് പ്രസംഗത്തിനായി 2 മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു. നഗരസഭാ അധ്യക്ഷനും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ T സക്കീർ ഹുസൈനാണ് അധ്യാപകനെ അവതാരകനായി ക്ഷണിച്ചത്. മർദ്ദനമേറ്റ വിവരം ചെയർമാനെ അറിയിച്ചെന്നും അധ്യാപകൻ പറയുകയുണ്ടായി. ഏരിയ സെക്രട്ടറിയും സംഘവുമാണ് മർദ്ദിച്ചതെന്നും അധ്യാപകനായ താൻ വർഷങ്ങളായി അവതാരകൻ കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലത്തെ സംഭവം ഏറെ മനോവിഷമം ഉണ്ടാക്കിയെന്നും ബിനു കെ സാം പ്രതികരിച്ചു. നഗരസഭാ ചെയർമാനും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള തർക്കത്തിൽ തന്നെ ഇരയാക്കുകയായിരുന്നു. രാത്രിയിൽ വിളിച്ച CPM നേതാക്കളാണ് ഇക്കാര്യം പറഞ്ഞത്. CPM ഭരിക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. തൽക്കാലം പരാതി കൊടുക്കുന്നില്ല. പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ വരെ അവതാരകനായിട്ടുണ്ടെന്നും ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണെന്നും ബിനു കെ സാം പറഞ്ഞു. കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവ് കൂടിയായ തന്നെ സൗഹൃദത്തിന് പുറത്താണ് കോർപ്പറേഷൻ ചെയർമാൻ വിളിച്ചത്. ഇന്നലത്തെ സംഭവത്തിൽ ചെയർമാൻ നേരിട്ട് വിളിച്ച് മാപ്പ് പറഞ്ഞുവെന്നും ബിനു കെ സാം പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിനിടെ ആരോഗ്യമന്ത്രി, സ്പീക്കർ എന്നിവരെ സ്വാഗതം ചെയ്ത രീതി ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധ്യാപകൻ കൂടിയായ ബിനു കെ സാമിനെ മർദ്ദിച്ചത് എന്നാണ് ആരോപണം. അതേസമയം എന്തായാലും പോലീസിൽ പരാതി പോകാതിരിക്കാൻ അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.